വിചാരിച്ചിരുന്നൊരു കാര്യമായിരുന്നു. ഞങ്ങൾ മൂന്നാളും കൂടി കാലിക്കറ്റ് ഒന്ന് പോകണം. അതും നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. വേറെ എവിടെ നിന്നല്ല, SM സ്ട്രീറ്റിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോയ ദിവസമായിരുന്നെങ്കിൽ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. എന്താണെന്നാണോ, നമ്മൾ പോകുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. പിന്നെ നമ്മൾ അവിടെ എത്തി. SM സ്ട്രീറ്റിലാണ് നമ്മൾ ഫസ്റ്റ് പോയത് തന്നെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് SM സ്ട്രീറ്റിൽ പോകുന്നത്. ഇവർ രണ്ടുപേരും പലപ്പോഴും ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ചീപ്പ് റേറ്റിലാണെങ്കിലും ക്വാളിറ്റി വൈസ് അടിപൊളിയായിരുന്നു. 30 റുപ്പീസിനൊക്കെ നല്ല രീതിയിലുള്ള കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ലിപ്സ്റ്റിക്ക് മാത്രമായിരുന്നു അവിടെ നിന്ന് കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്നത്. ബ്രാൻഡഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ നോക്കിയത്, പക്ഷേ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഷെയ്ഡും കാര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും എടുക്കാതെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വേഗം തന്നെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഏകദേശം നല്ല സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സാധനങ്ങൾ നോക്കി നല്ല ടൈം എടുത്തിട്ടായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ എടുത്ത് ഇതേപോലെ ബാഗിൻ്റെയും അങ്ങനെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി നോക്കി, പക്ഷെ അവിടെ നമുക്കൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ അതാ കുറേ ബാഗ് ട്രയലൊക്കെ നോക്കി, പക്ഷെ ഒന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പുറത്ത് ഇതേപോലെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഷോർട്ട് കുർത്തീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ഷോർട്ട് കുർത്തി എടുത്തു കേട്ടോ, ചേച്ചിക്ക്, എനിക്കല്ല. നല്ല രസമുണ്ടായിരുന്നു. ഏകദേശം അതിന് 500ൻ്റെ താഴെയായിട്ടാണ് റേറ്റ് വന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതെടുത്തു. അതുപോലെ തന്നെ അവിടെ പാർട്ടി വെയറും ജീൻസും എല്ലാം അവൈലബിൾ ആണ്. ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ സംഭവം നല്ല അടിപൊളി ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് അതെടുത്ത് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ഡെയിലി വെയർ യൂസ് ചെയ്യുന്ന കുറേ ഡ്രസ്സസ് കണ്ടത്. അവിടെ കയറി നോക്കിയപ്പോൾ ഒരു ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് പിന്നെ നമ്മൾ വിചാരിച്ചു വേറെ 2-3 ഷോപ്പിൽ കയറി നോക്കിയതിന് ശേഷം എടുക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും അതുപോലെ തന്നെ ചിക്കൻ റോളുമാണ് കഴിച്ചത്. നമുക്ക് 3 ആൾക്ക് വിശന്നിട്ട് അന്തല്ലായിരുന്നു. ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു. ഒരു തിയേറ്ററിൻ്റെ അടുത്തുള്ള ഷോപ്പായിരുന്നു, ഫാമിലി മാൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഷോപ്പിൽ കയറിയിട്ട് അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് ഡെയിലി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അതേപോലെ അവിടെ ചപ്പലിനൊക്കെ ജസ്റ്റ് 150 റുപ്പീസിനൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ. നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ചപ്പലൊന്നും എടുത്തില്ല, ഒരു ഡ്രസ്സ് മാത്രമാണ് അവിടെ നിന്ന് എടുത്ത് ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഈ ഒരു ഷോർട്ട് കുർത്തിയും ഇങ്ങനെ ടോപ്സൊക്കെ ഉള്ള ഷോപ്പിൽ കയറി നോക്കി. നമുക്ക് അവിടെ നിന്നൊന്നും പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഇതേപോലെ സ്ട്രീറ്റിൽ നിന്ന് തന്നെ ഒരു കോഡ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കോഡ് സെറ്റ് കുറേ ആയി വിചാരിക്കുന്നു എടുക്കണം എന്ന്, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇത്രയും കാലം എടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഒരു കോഡ് സെറ്റ് എടുത്തതിന് ശേഷം നേരെ ചേച്ചിക്കാണ് നോക്കാൻ പോയത്. പക്ഷേ ചേച്ചിക്കുള്ളത് ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തു നിന്നാണ് എടുത്തത്. അവസാനമാണ് എടുത്തത്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ കുറച്ച് നടന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു, ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു. ആ ചേട്ടൻ നമുക്ക് കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞത്. ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിത്, പക്ഷേ നമ്മൾ നിന്ന സ്ഥലത്തല്ലായിരുന്നു ബസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്ന് വേറെ സ്ഥലത്ത് പോയി അവിടുന്ന് ബസ് കയറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ, എവിടെയാണ് കറക്റ്റ് സ്പോട്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് നിന്നു. ഏകദേശം ഒരു ഹാഫ് അവറോളം ഉണ്ട് നമുക്ക് അവിടേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മേക്ക് മൈ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ എത്തിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്രൈഡ് ടു ബി, സംഗീത് നൈറ്റ്, രംഗോലി, കുട്ടികളുടെ പ്രോഗ്രാം, അതുപോലത്തെ എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് അവരോട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളവിടെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ലാസ്റ്റ് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. ഇവർക്ക് ഇതേപോലെ പെരിന്തൽമണ്ണയും ഷോപ്പ് വരുന്നുണ്ട്.
രണ്ടാമത്തെ ആൾ നമുക്ക് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്യേണ്ടത്. അവരുടെ ഐഡിയയും കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. പിന്നെ കളേഴ്സും കാര്യങ്ങളും കോംബോ ഇന്ന രീതിയിലാണ് വരിക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല രീതിയിലൊരു ഐഡിയ തന്നെ അവർ ക്രിയേറ്റ് ചെയ്താന്ന് വെച്ചാൽ നമ്മളെ ക്രിയേറ്റിവിറ്റി അവരോട് പറഞ്ഞു. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് അവർ അവരുടേതായ രീതിയിലും കൂടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലവർ ബഞ്ചസും കാര്യങ്ങളും എല്ലാം അവരുടെ അടുത്ത് അവൈലബിൾ ആണ്. എന്തായാലും അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവരൊക്കെ അവരെ കോൺടാക്ട് ചെയ്യുക. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഇങ്ങനെ നമ്മളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. നമ്മളടുത്തും പൈസ അധികം ചിലവാകാത്ത രീതിയിൽ. ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പർ. നമ്മൾ പിന്നെ അവിടെ നേരെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒന്നിന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ച് സൈഡിലുള്ള തക്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ. ചിക്കൻ സൂപ്പ് അടിപൊളിയായിരുന്നു. അതിൽ കുറച്ച് വെളുത്തുള്ളി ഏറിപ്പോയെന്നൊരു സംശയമില്ലാതില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷെ അവിടുത്തെ ആംബിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പീസ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ സർവീസും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നൂഡിൽസും ഫ്രൈഡ് റൈസും അതേപോലെ ചട്ടിച്ചോറും ആയിരുന്നു. ചട്ടിച്ചോറ് സാദാ ചോറൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എനിക്കിഷ്ടം എന്ന് പറഞ്ഞത് നോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ചട്ടിച്ചോറിന്. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ കാലിക്കറ്റ് വരുന്നവരൊക്കെ എന്തായാലും ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യണം. ഫുഡിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല സൂപ്പറായിരുന്നു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മൾ ചട്ടിച്ചോറൊന്ന് ടേസ്റ്റ് ചെയ്തു, അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. നൂഡിൽസ് ടേസ്റ്റ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. എന്തായാലും അടിപൊളിയാണ് ഫുഡ്. പിന്നെ നമ്മൾ നേരെ SM സ്ട്രീറ്റിൽ തന്നെ പോയിട്ട് ബാഗ് നോക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് 5:15 ട്രെയിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിനായതുകൊണ്ട് നമ്മൾ വീണ്ടും SM സ്ട്രീറ്റിൽ പോയിട്ട് ബാഗ് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഫോണിൻ്റെ അപ്പുറത്തിനും ചാർജ് തീർന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.